ഇന്ന് സൂര്യഗ്രഹണമാണെന്ന മട്ടിൽ പ്രചരിച്ച വാർത്ത വ്യാജം. സൂര്യഗ്രഹണം കാരണം ശബരിമലയിൽ നട അടച്ചിടുമെന്ന പ്രചരണം ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ PS മഹേന്ദ്രകുമാർ. അതേസമയം വ്യാജ പ്രചരണത്തിനെതിരെ ദേവസ്വം ബോർഡ് സൈബർ സെല്ലിന് പരാതി നൽകി. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വീഡിയോ ചെയ്യുന്നത്. ഡിസംബർ 26 രാവിലെ ശബരിമല നട അടച്ചിടും കുറച്ച് സമയത്തേക്ക് എന്നുള്ള കാര്യമാണ് ഇതിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഡിസംബർ 26 സൂര്യഗ്രഹണമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ 7:30 മുതൽ 11:30 വരെയുള്ള സമയം, 7 മണി മുതൽ 11:30 വരെ സൂര്യഗ്രഹണത്തിൻ്റെ ആ ഒരു പീക്ക് ടൈമിൽ ശബരിമല നട അടഞ്ഞു കിടക്കുന്നുണ്ടാവും. ആ സമയത്ത് ഒരു തരത്തിലുള്ള പൂജയോ അഭിഷേകങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ആ സമയത്ത് സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. 11:40 ആ സൂര്യഗ്രഹണത്തിൻ്റെ സമയത്തിന് ശേഷം പുണ്യാഹവും ശുദ്ധിയും നടത്തിയിട്ട് മാത്രമേ വീണ്ടും അയ്യപ്പൻ്റെ നട തുറന്നു കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 26 ഡിസംബർ 26 ഏതെങ്കിലും ആളുകൾ പോകുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ദിവസം ഇങ്ങനെ ഒരു ദർശനത്തിന് നിയന്ത്രണം ഉണ്ടാവും. അത് മറ്റൊരു കാരണം കൊണ്ടും അല്ല, സൂര്യഗ്രഹണം ആയതുകൊണ്ടാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്യുന്നതാണ് അവിടെയും ചെയ്യുന്നത്. പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യും. ഡിസംബർ 26 സൂര്യഗ്രഹണമാണെന്നും അതുകാരണം ശബരിമല നട രാവിലെ 8 മണി മുതൽ 11 മണി വരെ അടച്ചിടുമെന്നുമായിരുന്നു വ്യാജ പ്രചരണം. യൂട്യൂബിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്രചരിച്ച വീഡിയോ ഭക്തജനങ്ങളിൽ ആശങ്ക പടർത്തിയിരുന്നു. ശബരിമലയിൽ മണ്ഡലപൂജ നടക്കുന്ന ദിനത്തെക്കുറിച്ചാണ് ഇത്തരമൊരു പ്രചരണം. പിന്നാലെയാണ് ജ്യോതിഷ പണ്ഡിതനായ ഡോക്ടർ PS മഹേന്ദ്രകുമാർ വ്യാജ വീഡിയോയ്ക്കെതിരെ ഫേസ്ബുക്കിൽ കുറിച്ചത്. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുമ്പോൾ സൂര്യൻ ഭാഗികമായോ പൂർണ്ണമായോ മറയപ്പെടുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ സൂര്യഗ്രഹണം സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ലെന്നും പ്രചരണം ആസൂത്രിതമാണെന്നും അദ്ദേഹം കുറിച്ചു. അതേസമയം വ്യാജ പ്രചരണങ്ങൾക്ക് നേരെ നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അതിനെതിരായിട്ട് ഞങ്ങൾ ദേവസ്വം ബോർഡ് സൈബർ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഞങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അത് എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെ സംബന്ധിച്ച് പോലീസുമായി കൂടി ആലോചിച്ച് തീരുമാനിക്കും. അതിനെയൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിമിതികളുണ്ട് ദേവസ്വം ബോർഡിനായാലും സർക്കാരിനായാലും. പക്ഷേ ഈ വ്യാജ പ്രചരണങ്ങളിൽ നമ്മൾ അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ച് ഭക്തജനങ്ങൾ സ്വയം ബോധത്തിലേക്ക് വരണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. നിരവധി ഭക്തജനങ്ങൾ ശബരിമലയിൽ എത്തുന്ന മണ്ഡലപൂജാ ദിനത്തിൽ ആസൂത്രിതമായി വ്യാജ പ്രചരണം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, പത്തനംതിട്ട.